ഹലോ ഗൈസ്, എന്താണ് വിശേഷം? സുഖമല്ലേ? നമ്മൾ ഇന്നുള്ളത് ഒരു ഫാമിലാണ്. ഫാമിൽ തന്നെ തോട്ടത്തിലാണുള്ളത്. ഒരു ഒമാനിയുടെ തോട്ടത്തിലാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മളെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫോളോ ചെയ്യണം. ഓക്കെ, അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളാണ് നമ്മളിന്ന് ചാനലിൽ കാണിച്ചു തരുന്നത്. ഓക്കെ, കമോൺ. ഈ തോട്ടത്തിൽ മെയിനായിട്ടുള്ളത് തന്നെ മാങ്ങ ഉണ്ട്, അതേപോലെ തന്നെ ഓറഞ്ച്, ഈത്തപ്പഴങ്ങൾ, അതുപോലെ വെജിറ്റബിൾസ് ഒരുപാടുണ്ട്. ഇതാ ഓറഞ്ചാണ് വെച്ചിട്ട് മുസംബി. നമ്മൾ ആ കച്ചാടിലൊന്നും അറിയില്ല, കച്ചാടിലുള്ള മുസംബിയാണ് ഈ കാണുന്നത്. മുസംബിയുടെ മരം അത്യാവശ്യം ഉണ്ട് കേട്ടോ. മുസംബിയൊന്നും ആയിട്ടില്ല, 5 മാസം കഴിഞ്ഞൊക്കെ ആവുന്നേ ഉള്ളൂ. ഓനയിക്കാത്തടാ, ഓനയിക്കാത്ത എത്ര മുരിങ്ങക്കായ നിൽക്കണല്ലേ? അപ്പം എനിക്കൊന്നും വേണ്ട. നമ്മുടെ നാട്ടിൽ മുരിങ്ങക്കായ കിട്ടാണ്ട് എത്ര മുരിങ്ങക്കായ അവന് പൊട്ടിച്ചത്. അടിപൊളി മുരിങ്ങക്കായ. ഭായ് ഓ ദുക്കാൻ മതി, तो अच्छा है, तुमको पैसा मिलेगा ना. കാരണം ഒമാനിലൊന്നും കഴിക്കുന്നില്ല ഈ സാധനം, മുരിങ്ങക്കായ അധികം കഴിക്കുന്നില്ല. പക്ഷെ മലയാളീസ് കണ്ടാതെ വെറുതെ വിടില്ല. പക്ഷെ എത്ര സാധനം ഒഴുകി കളിക്കും. അത് എന്തായാലും 10-19 കിലോ എന്തെങ്കിലും ഉണ്ടാവും. ഫുള്ള് സാധനം തന്നെ. ചെറുനാരങ്ങ ഉണ്ട് കേട്ടോ അവിടെ. ചെറുനാരങ്ങ, നമ്മുടെ നാട്ടിലെ പേരക്കമരം. അതാ പേരക്കമരം കണ്ട് കാലം കുറേ ഉണ്ടായിരുന്നു. പേരക്കമരം, ഇത് നമ്മൾ ഇളന്തപ്പഴം. ഇളന്തപ്പഴം ആയിട്ടില്ല. ഈ 2 ഭാഗത്തും ഇളന്തപ്പഴം അത്യാവശ്യമുണ്ട്. ഇളന്തക്കട മരം അത്യാവശ്യമുണ്ട്. പിന്നെ അതിന് താഴെ തന്നെ കറ്റാർവാഴ ഉണ്ട്. നാട്ടിൽ ബദാം ഇട്ടോ. ബദാമൊക്കെ കണ്ട കാലം മറന്നുള്ളത് നമ്മൾ. ബദാം, ഇതിൽ അത്യാവശ്യം ചെറുനാരങ്ങ. എന്ത് വലിയ ചെറുനാരങ്ങത്ത് ഒക്കെ ഒന്നും മതി, 5 ആൾക്ക് കുടിക്കാൻ ഒന്നും മതിയാവും. ഇത് തൊണ്ട് ഭയങ്കര, ഇതിൻ്റെ തോട് ഭയങ്കര തിക്കാട്ടോ. ഭയങ്കര അത്യാവശ്യം സോഫ്റ്റ് ഉള്ളതുണ്ട്, പക്ഷെ ഇത് ഭയങ്കര തിക്ക്. ഇതിൻ്റെ താഴെ കപ്പക്കിഴങ്ങിൻ്റെ കൃഷിയുണ്ട് കേട്ടോ ഇവിടെ. കപ്പക്കിഴങ്ങ്, ബദാം, മാങ്ങ. ചെറുനാരങ്ങാടിയിലൊരു വെള്ളം കിട്ടാൻ വേണ്ടി പൈപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ സംഭവം എന്താ ചോളം തോന്നുന്നുട്ടോ. ചോളം അത്യാവശ്യം കൃഷി ചെയ്തിട്ടുണ്ട്. മാഷാ അല്ലാഹ്, അതെന്ത് മാങ്ങ റബ്ബേ, വെറൈറ്റി സാധനമല്ലോ. പക്ഷെ ഇവിടെ മെയിനായിട്ട് മാങ്ങ ഉണ്ടാവുന്നുണ്ട്. അത്യാവശ്യം മാങ്ങ ഉണ്ട് കേട്ടോ ഒമാനില്. എന്ത് വലിയ മാങ്ങ, പക്ഷെ നല്ല പുളിയുള്ള സാധനം കേട്ടോ അവരിത് മെയിനായിട്ട്. നമുക്ക് മധുരമൊന്നും ഉണ്ടാവില്ല. മെയിനായിട്ട് മെയ് ജൂൺ ജൂലൈ മാസങ്ങളാണ് ഈ മാങ്ങളൊക്കെ ഉണ്ടാവുക. താഴെയൊക്കെ കിടക്കുന്നൊക്കെ ഇഷ്ടം പോലെ മാങ്ങ ആർക്കും വേണ്ടിയിരുന്നു നോക്കട്ടെ. ഓക്കെ, ഇതുപോലെ മെയിനായിട്ട് അച്ചാറിനെ ഉപയോഗിക്കുന്നുണ്ട്. അച്ചാറും പിന്നെ ഒമാനിൻ്റെ എന്തോ ട്രഡീഷണൽ ഫുഡായിട്ടാണ് ഈ മാങ്ങൊക്കെ ഉപയോഗിക്കുന്നത്. ഈ 2 ഭാഗത്തും ആവശ്യത്തിലേറെ മാങ്ങ തന്നെ ഉണ്ട്. ബൾബ് തൂക്കി ഇഷ്ടംപോലെ തൂക്കിയിട്ടുണ്ട്. എന്തല്ലേ ഒരു കൊല ഇത്രയധികം മാങ്ങകളോ.
പക്ഷെ നല്ല പുളിയുള്ള മാങ്ങ കേട്ടത് സംഭവം. മാങ്ങ ഇത്ര താഴെ തന്നെ പഴുത്തിട്ട് കിടക്കുന്നൊക്കെ ഒന്നും ആർക്കും വേണ്ടാണ്ടല്ലേ. പക്ഷെ നല്ല തിക്കുണ്ട്, പഴുത്തണം. പക്ഷെ ഒന്നും പൊട്ടിക്കാനും പാടില്ല. നമുക്ക് പിന്നെ പോകുമ്പോൾ ഒരു തിളവ് വന്നിട്ടുണ്ട്, പക്ഷെ നമ്മളിപ്പോൾ ഒന്നും പൊട്ടിക്കാൻ പാടില്ല. എന്താണ് ഒരു കൊല മാങ്ങ കൊടുക്കുന്നതാണ്. നല്ല പുളിയാണ്. ഈ രണ്ട് സൈഡിൽ തന്നെ അത്യാവശ്യം മാവ് തന്നെ ഉണ്ട്. എല്ലാത്തിനും ഉണ്ട് സംഭവം. അത് പലതരം ഫ്ലേവറിലാണ് കേട്ടോ. ഇതൊരു വേറൊരു വെറൈറ്റി മാവ്. എന്തെല്ലാം കളറിലെ മാങ്ങ ഓക്കെ. വെറൈറ്റി ഡിസൈൻ. ശരിക്കും തോട്ടം ഫുള്ള് മാങ്ങ ഉണ്ട് അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇത്ര അധികം മാങ്ങ ഉണ്ട് ഇതിനകത്ത്. പിന്നെ മാങ്ങ ഇവർ ഓരോ തൈ ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. ആരും പൊട്ടിക്കാണ്ടിരിക്കാനൊന്നും അറിയില്ല, അല്ലെങ്കിൽ വെയിലുള്ളതാണ്. പക്ഷെ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് താഴത്ത് പൈപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഈത്തപ്പഴ മരത്തിൻ്റെ ഓലയാണ്, അത് കമ്പൊക്കെ വെച്ചിട്ട് നല്ല മറച്ചിട്ടാണ്. പക്ഷെ ഇതിൽ ഉള്ളിൽ ഇഷ്ടം പോലെ മാങ്ങുണ്ട്. ഓക്കെ, എത്ര മാങ്ങ. ഇത് വേറെ സൈസ് മാങ്ങ ഇട്ടത് പച്ച കളർ, ഉള്ളു പച്ച, നല്ല പച്ച പറഞ്ഞാല് നല്ല പച്ച. ഇത് വേറൊരു മോഡലാണ്. ഈ തോട്ടത്തിന്റെ രണ്ട് സൈഡിലും ഫുള്ള് ഈത്തപ്പനകൾ വെച്ചിട്ടുണ്ട്. ഈത്തപ്പഴമൊക്കെ ആയി തുടങ്ങുന്നുള്ളൂ. ഇതിപ്പോൾ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് ആഗസ്റ്റ് ആകുമ്പോഴത്തേനും ഇത് കംപ്ലീറ്റും ആയി തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ഇതിന് താഴെ കണ്ടില്ല ഇത് ചീരയാണ്. ഈ ലൈനിൽ കംപ്ലീറ്റ് ചീര വെച്ചിട്ടുണ്ട്. ഇപ്പൊ അടുത്ത മാസം ആകുമ്പോൾ കളർ ഇതിപ്പോ ഗ്രീൻ കളർ അല്ലേ, ഇപ്പൊ അടുത്ത മാസം ആകുമ്പോൾ കുറച്ച് യെല്ലോ ആവും. പിന്നെ ജൂൺ ജൂലൈ ആഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേനും ഏകദേശം ഈത്തപ്പഴമൊക്കെ ആവും. ഇത്ര അടുത്താണല്ലേ, എന്താ വലിയ അനുഗ്രഹം തന്നെ. ഈ രണ്ട് ഭാഗത്ത് ഫുള്ള് ഈത്തപ്പനകളാണ്. പക്ഷെ താഴെ കണ്ടില്ല, വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട്, ഇത്രയും ചൂടിന് ഇവർ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും താഴത്ത് പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതുണ്ടല്ലോ സുഹൃത്തുക്കളെ, എന്താ സംഭവം എന്ന് അറിയില്ല. ഇത് വെറൈറ്റി സംഭവം. ഇത് തിന്നാനുള്ളതാണോ ചെടിയാണോ അങ്ങനൊന്നും അറിയില്ല. പക്ഷെ ഇതിന് താഴെയൊക്കെ ഒരു ചീരൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഒരു സ്ഥലം പോലും ഈ കാണുന്ന ഭാഗമൊക്കെ നോക്കിയാൽ കംപ്ലീറ്റ് ഇതിനടിയിലൊക്കെ ചീര വെച്ച കാരണം ഒരു സ്പേസ് ഒരു വെറുതെ ആക്കിയിട്ടില്ല എന്നുള്ളതോ. ഈ രണ്ട് സൈഡിലും മുരിങ്ങക്കായ വെച്ചിരിക്കണേ. എത്ര മുരിങ്ങക്കായ എന്ന് പറയുമ്പോൾ ഇത് കാണുന്ന വിഷമമില്ലാണ്ടിരിക്കും നമുക്ക് മലയാളീസിന്. അധികം സാധനങ്ങൾ. പക്ഷെ അത് അറബിക്ക് ആവശ്യമില്ലാണോ തോന്നുന്നു കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നെല്ലി എന്ന് പറയില്ല, അരിനെല്ലിക്ക അല്ലേ. ഈ രണ്ട് ഭാഗത്ത് മെയിനായിട്ട് ഇവർ ഫോക്കസ് ചെയ്തത് മുരിങ്ങക്കായാണ്. പക്ഷെ മുരിങ്ങക്കായ ഒന്നും ഇവർ പൊട്ടിക്കുന്നുണ്ട്. കടയിൽ കൊണ്ടുകൊടുത്താൽ മതി, അത്യാവശ്യം ക്യാഷ് കിട്ടും. ഇവർക്ക് എന്ത് കാശ്. ഇതിൻ്റെ അപ്പുറത്ത് ഇളന്തമരമുണ്ട്, മുരിങ്ങക്കായ ഉണ്ട്. അതിനപ്പുറത്ത് ഫാമുണ്ട്, ആട്. താഴെ വീടെടുക്കണ നോക്ക്, ഇളന്തപ്പഴം വീടെടുക്കണം. ആവശ്യക്ക് നോക്ക്, ഇത്ര വലിയ എന്താ പറയാ ഇളന്തപ്പഴമൊക്കെ എടുക്കണ നോക്കി, ഇത്ര അധികം താഴെ ഇഷ്ടം പോലെ ഇളന്തപ്പഴം വീണെടുക്കും താഴെ അല്ലേ. ഓക്കെ, നമ്മള് സവാള സ്പ്രിംഗ് ഓനിയൻ വെച്ചിരിക്കുകയാണ് കാണുന്നത്. ഇവിടെ സ്പ്രിംഗ് ഓനിയൻ ഉണ്ട്. നമ്മുടെ നാട്ടിലെ പുളി ഉണ്ട്. ഇവിടെ പുളി ആയിട്ടില്ല, പുളി ഉണ്ട് ഇവിടെ. പുളി കണ്ടിട്ട് പിന്നെ അതേപോലെ തന്നെ ഇത് എന്ത് മത്തങ്ങ കുമ്പളങ്ങ എന്തോ സംഭവം. കുമ്പളങ്ങ, മത്തങ്ങ അല്ല, കുമ്പളം കൃഷി ചെയ്തിട്ടുണ്ട് ഇവിടെ.
പിന്നെ ഈ ലൈന് കംപ്ലീറ്റ് മുരിങ്ങക്കായ കേട്ടോ. മുരിങ്ങക്കായ ലോഡ് തന്നെ ലോഡ് ഉണ്ട്. മാങ്ങി മുരിങ്ങക്കായ ഒരു കംപ്ലീറ്റ് ഫോക്കസ് ചെയ്തിട്ടുള്ളതിൽ. പിന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന സംഭവം അത് എന്താ പറയുക, മധുരക്കിഴങ്ങില്ലേ, മധുരക്കിഴങ്ങ് കപ്പക്കിഴങ്ങ് എന്നുള്ള സാധനമാണ്. ഇവിടെ അത്യാവശ്യം കൃഷി ചെയ്യുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ഗൾഫിൽ കംപ്ലീറ്റ് പുറം രാജ്യങ്ങളിൽ വരുന്നതാണ്. പക്ഷെ ഒമാനെ സംബന്ധിച്ച് ഒമാനിൽ അതിനെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ കാര്യം നോക്കുന്നുണ്ട്. കൃഷി ഒരുപാട് കൃഷി ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ അത്തിപ്പഴം കേട്ടോ. അത്തിപ്പഴം ആയിട്ടില്ല, പക്ഷെ നല്ല റേറ്റുള്ള സാധനം അത്തിപ്പഴം. ആയിട്ടില്ല. ഇതിനേകദേശം ഇവിടെ ഒരു 8 പീസിന് ഏകദേശം നമ്മുടെ നാട്ടിൽ 400 രൂപേനുണ്ട് ഫ്രഷിന് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇതിന് ട്രൈ വരുന്ന ഏകദേശം 2000-1000 രൂപയ്ക്ക് ട്രെയിനിന് വരുന്നുണ്ട് ഇവിടെ. കണ്ടില്ലേ, ഇതാണ് അത്തിപ്പഴം ഇങ്ങനെ നിൽക്കുക. മാഷാ അല്ലാ, അത്തിപ്പഴം ആയിട്ടുണ്ട്, പക്ഷെ പൊട്ടിക്കാൻ പറ്റില്ല നമ്മൾ. ഉണ്ടാ, ഇതാണ് ഫൈനലായിട്ട് കാണുന്ന, ഇതാണ് അത്തിപ്പഴം. ഇങ്ങനെ അത്തിപ്പഴം വരിക, മത്തിയെ വെജൈറ്റ് ഇങ്ങനെ മത്തിപ്പഴമാണ് ഈ കാണുന്നത്. ഇതാണ് സെറ്റ്, ഇങ്ങനെ ആവത്തത്. ഇത് ചീരകൃഷിയാണ് കേട്ടത്, ചീരകൃഷിയാണ്. ഇതിങ്ങനെ കണ്ടില്ലേ, ഈ ടാർപ്പാടെ അടിയിലാണ് ഇത് ഓരോ വെച്ചിട്ടുണ്ട്. എന്ത് നമ്മുടെ അടിയിൽ നല്ല വെള്ളമുള്ള കിളിർപ്പ് കാണുന്നുണ്ട്. ഇല്ല, ഇതിൽ കംപ്ലീറ്റ് ചീരയാണ്. പിന്നെ മാങ്ങയുടെ ഒരുപാട് വെറൈറ്റി മാങ്ങകൾ ഇവിടെ തന്നെ ഉണ്ട്. കേട്ടില്ലേ, മൈലാഞ്ചെടികൾ കണ്ടില്ലേ, ഇതിൽ കംപ്ലീറ്റ് മൈലാഞ്ചെടിയാണ്. എന്ത് സംഭവം, നമ്മൾ ഇത്ര അധികം മൈലാഞ്ചെടി നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഓക്കെ, ഫുള്ളായിട്ട് മൈലാഞ്ചെടി വെച്ചിരിക്കണം. ഈ ഏരിയ കംപ്ലീറ്റ് മൈലാഞ്ചേരിയാണ്.